സൂചിപ്പിച്ചു. നമ്മുടെ ഈ ഖണ്ഡന പ്രസംഗം വഴി ധാരാളം ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്നുണ്ട്. പലരും എന്നെ ഫോണിലൂടെയും അല്ലാതെയും വിളിച്ചു പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഏകദേശം 30ഓളം വർഷങ്ങളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്തും എതിരാളികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും എതിരാളികളുടെ കേന്ദ്രങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ വളർത്തിയും ഉയർത്തിയും നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ബറക്കത്ത് കൊണ്ടും സഹായങ്ങളെ കൊണ്ടും സഹകരണങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഖണ്ഡന പ്രസംഗം നാദാപുരത്ത് നടക്കുന്ന ഈ ഖണ്ഡന പ്രസംഗമാണ്. അതിന്റെ കാരണം വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ ഈ ഖണ്ഡന പ്രസംഗത്തിന്റെ സീഡികൾ കേട്ടുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വരികയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അവർ ആ സന്തോഷ വാർത്ത പലപ്പോഴും നേരിൽ വന്ന് അറിയിക്കുകയും കത്തിലൂടെയും ഫോണിലൂടെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോ അപ്പുറത്തുള്ള ആള് ഈ പ്രാവശ്യം വന്നിട്ട് പറഞ്ഞു, ഇതിന് കവർ ചെയ്യണല്ലോ, കൗണ്ടർ ചെയ്യണല്ലോ. നമ്മളെ കൂട്ടത്തിന് ഒരൊറ്റ ആള് പോലും അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ തിരിച്ചുള്ള അനുഭവമുള്ള ധാരാളം ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ കേട്ടോളൂ. എല്ലാവർക്കും അറിയാം, സന്തോഷകരമായ ഒരു കാര്യം, നാദാപുരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ പേരിൽ തൗഹീദ് മനസ്സിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അപ്പുറത്തേക്ക് പോയിട്ടില്ല. അതേ അവസരത്തിൽ മറിച്ചുള്ള അനുഭവങ്ങൾ ധാരാളമാണ്. ആ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരുപക്ഷെ വേണമെങ്കിൽ ഈ സദസ്സിൽ തന്നെ ധാരാളം ആളുകൾ ഉണ്ടായേക്കും. അത് ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ഹഖിന്റെ പവറാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടുകൂടി ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഇങ്ങോട്ടൊരൊറ്റ വ്യക്തിയും വന്നിട്ടില്ല എന്റെ പ്രസംഗം കൗണ്ടർ ചെയ്ത്. എന്നാൽ ഒറ്റ ഒന്ന് മാത്രം ബർക്കത്തിന് ഞാൻ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ഒരാളുടെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നു. മൗലവിക്ക് പോയി അന്വേഷിച്ച് നിജസ്ഥിതി മനസ്സിലാക്കി അടുത്ത വരവ് ഒരു 12 മാസം കഴിഞ്ഞിട്ടോ അല്ലാതെയോ വരുന്ന സമയത്ത് ഒന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ വിശേഷം? അൽഹംദുലില്ലാഹ് ഖൈറ്. ഹലോ, ഞാൻ ഖത്തറിൽ നിന്നാണ്. പറയ്, എന്താ പേര്? എന്റെ പേര് അബ്ദുറസാഖ്. എവിടെ സ്ഥലം? തൃശ്ശൂർ ജില്ലയിലാണ്, ചാവക്കാട്. ചാവക്കാട്. ഖത്തർ പറയായോ? ഖത്തറിൽ ഇപ്പൊ ഒരു ഏകദേശം 5 കൊല്ലായി. അത് ശരിയാ. സുഖം തന്നെ അല്ലേ? അൽഹംദുലില്ലാഹ് സുഖമാണ്. പിന്നെ എന്തെല്ലാം വിശേഷം പറയും? നല്ല വിശേഷം, സുഖമാണ്. ഞാന് വെങ്കിടങ്ങില് റഫീഖ് പറഞ്ഞിരുന്നില്ലേ? അതെ, നിങ്ങൾ നേരത്തെ മുജാഹിദ് ആശയക്കാരനായിരുന്നോ? അതിനോട് ബന്ധപ്പെട്ടപ്പോഴാണ് അവിടെ ജോലിക്ക് പോയത്. അതിലൊക്കെ അനുഭവം തോന്നിയിട്ട്. മുജാഹിദ് പള്ളിയില്? അതെ. ഏത് പള്ളിയില്? അവിടെ വെങ്കിടങ്ങ് സെന്ററിലൊരു പള്ളി, മനസ്സും അവരെ സ്ഥലത്തേക്ക് മറ്റത് ജോലി ചെയ്തത്. ശരിയാ. അവിടെ ഇമാമത്തേനും? ഇമാമത്താനും.
അങ്ങനെ പിന്നെ പിന്നെ അതിനുശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ റഫീഖ് നമ്മളെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടോ? ആ ഉണ്ട്. ഇവിടുന്നാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. നാദാപുരം കണ്ടത് അതുപോലെയുള്ള കേസറ്റുകളൊക്കെ ഇവിടുന്നാണ് കേട്ടത്. അപ്പോഴാണ് പിന്നെ ഇതിന്റെ ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായത്. രണ്ടുപേരും മുഖാമുഖം നിന്നിട്ട് പറയുമ്പോഴാണ് കൂടുതൽ വ്യക്തത ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ ആണ് കാര്യങ്ങൾ മനസ്സിലായത്. അൽഹംദുലില്ലാ. ഇപ്പോ റാഹത്താണ്. ഓ അൽഹംദുലില്ലാ. ആയിക്കോട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ. ഓക്കെ. ഇത് ഞാൻ അപ്പുറത്തു നിന്നൊരൊറ്റ ആളും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് സലഫി പള്ളിയിലെ ഇമാമ് നാദാപുരം ഖണ്ഡനം കേട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നതായി എന്നെ തന്നെ വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സംഭവം ഈ സദസ്സിൽ കേൾപ്പിച്ചിട്ടുള്ളത്. ഇത് മൗലവിക്ക് കാതുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷേ നമ്മളെ മൗലവി അലി വരികയാണെങ്കിൽ കുറെ നേരത്തെ തന്നെ മുജാഹിദീങ്ങളായ കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ കുറെ ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് രംഗത്ത് കൊണ്ടുവന്നു വരാം. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലുകൾ ധാരാളം പുതിയത് നിർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിലും, ധാരാളം വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നുണ്ടെങ്കിലും രോഗവും രോഗികളും ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളായിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ നാശമായിക്കൊണ്ടേയിരിക്കുകയല്ലാതെ മനുഷ്യൻ നന്നായിക്കൊണ്ടേയിരിക്കുക എന്നത് വ്യാപകമായി ഉണ്ടാവുകയില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അങ്ങനെ ഉണ്ടായാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് പുലരുകയില്ല. അന്ത്യനാളാകുന്ന സമയത്ത് ധാരാളമായി ഷർറ് വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ